ശരിക്കും ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതിന് മുമ്പ് എന്റെ മനസ്സിലുണ്ടായിരുന്ന എലിസബത്ത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ കുറച്ചുകൂടെ കോൺഫിഡൻസ് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നണത്, എനിക്കറിയില്ല, അതിൽ എലിസബത്തിന്റെ അഭിപ്രായം എന്താ? കോൺഫിഡൻസ് കുറഞ്ഞതാണെങ്കിൽ ഈ അവസ്ഥയിൽ ഇത്രയും എല്ലാ സെക്കൻഡ്സും ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഞാൻ, അതായത് ആരും ഇതുവരെ കാണാത്ത എന്നെ അങ്കിളുടെ മുന്നിൽ ഇപ്പം ഞാൻ ഇരിക്കില്ല. കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യും. പാടുമ്പം പാട്ടിനെ വല്ലാതെ ബാധിച്ചു എനിക്കറിയാം, പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. എനിക്ക് എൻ്റെ ശബ്ദം, ഈ ടിക്സ് കാരണം എൻ്റെ ശബ്ദം എപ്പം നിലയ്ക്കുന്നു അപ്പോഴേ എൻ്റെ കോൺഫിഡൻസ് കുറയുള്ളൂ. അതുവരെ ഞാൻ പാടിക്കൊണ്ടിരിക്കും. അത് അടിപൊളി. ഇപ്പോ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് എം ജയചന്ദ്രൻ സാർ ഒരു പാട്ട് പാടാൻ വിളിക്കുകയാണെന്ന് കരുതുക, എന്തായിരിക്കും സാറിനോട് പറയാ? സാറിനോട് സംസാരിക്കാൻ കഴിയുന്നതിൽ സന്തോഷം, സാറിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്നൊക്കെ ഞാൻ പറയുള്ളൂ. എനിക്ക് ചോദിച്ചു മേടിക്കാൻ പറ്റുന്നതൊന്നും ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് പാടാൻ വിളിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാകും, കാരണം സ്റ്റുഡിയോയിൽ വെച്ചാണല്ലോ, റെക്കോർഡിംഗ് ആണല്ലോ, ലൈവ് അല്ലല്ലോ. അപ്പൊ ആ ഒരു കോൺഷ്യസ്നെസ് ഈ സ്റ്റുഡിയോ ആണെന്നുള്ളൊരു സംഗതി ഉള്ളപ്പോ കുറച്ചുകൂടെ ആത്മവിശ്വാസം വരുമല്ലേ? ആ, കാരണം നമുക്ക് വീണ്ടും ടേക്ക് എടുക്കാം. ഈ ടിക്സ് വരുമ്പോൾ നമുക്ക് വീണ്ടും അതിനെ മാറ്റി വീണ്ടും കുറെ ടേക്ക് എടുക്കാം. നമുക്ക് അവിടെ കൂട്ടി യോജിപ്പിക്കാം, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടെ പാടിയിട്ട് അടുത്ത വിശേഷത്തിലേക്ക് പോവാം. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, ഇവിടെ എൻ്റെ സ്നേഹഗായകൻ, ഓ രാജഹംസമേ. ഇപ്പോ നമ്മളിപ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. നമ്മള് ഒരു ഘട്ടത്തിൽ ഇത് ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടിയ ഏതെങ്കിലും ഘട്ടമുണ്ടായിരുന്നോ ജീവിതത്തിൽ? ഇല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മളിങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എലിസബത്ത് എത്തിയിട്ടുണ്ടായിരുന്നോ? ഇത് എന്റെ ഒരു അവസ്ഥയാണ്, ഇതിലൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ്? ഞാൻ അങ്ങനെ ചിന്തിക്കും. കാരണം ഞാൻ മുമ്പ് ഇത് ഓൺസെറ്റ് ചൈൽഡ്ഹുഡിലാണ്. അപ്പം എന്നെ കാണിച്ചു തുടങ്ങിയ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞൊരു ഏജ് എത്തുമ്പം തന്നെ കുറഞ്ഞു വരും എന്നാണ്. പക്ഷെ അങ്ങനെ കുറഞ്ഞു വന്ന കേസസ് ഒക്കെ എനിക്ക് അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ സിവിയർ ആണ്. ഞാൻ ഏജ് കൂടുന്തോറും ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു.